2008 ജൂൺ മാസം ഒരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. എറണാകുളത്തെ ഒരു ട്രാവൽ ഏജൻസിയുടെ ഓഫീസിൽ നിന്നാണ്. ലൈല ജോർജ്. ഈ ലൈല ജോർജാണ് എനിക്ക് പല രാജ്യങ്ങളിലേക്കുള്ള വിസയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നത് അക്കാലത്ത്. ലൈല ജോർജ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ആ വിസ റിജക്റ്റ് ആയി കേട്ടോ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അത് സിറിയയിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുകയാണ്, അതുകൊണ്ടായിരിക്കാം. ഏതായാലും ഇപ്പോൾ അധികം പേരെ അങ്ങോട്ട് വിടുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരാഴ്ച മുമ്പല്ലേ പാസ്പോർട്ടെല്ലാം സബ്മിറ്റ് ചെയ്തേ, ഇത്ര പെട്ടെന്ന് റിജക്റ്റ് ചെയ്ത് റിപ്ലൈ വന്നോ? അപ്പോൾ അവർ പറഞ്ഞു, വന്നു. അപ്പോൾ എനിക്ക് സംശയമായി. ഞാൻ ചോദിച്ചു, ഞാൻ തന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തില്ലേ? ഇതുവരെ ഞാൻ യാത്ര ചെയ്തതിൻ്റെ ലിസ്റ്റ്, അതുപോലെ തന്നെ എൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ച്, എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ടുണ്ടല്ലോ. ഇതുവരെ ഒരു രാജ്യവും നമ്മുടെ വിസ നിഷേധിച്ചിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ലൈല ജോർജിൻ്റെ മറുപടികളിൽ കുറേ കുഴപ്പം ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, മാഡം എന്താ ശരിക്കും സംഭവിച്ചേ? അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ സബ്മിറ്റ് ചെയ്തില്ല. സിറിയയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുക, ഇസ്രായേൽ അങ്ങോട്ട് മിസൈൽ അയക്കുന്നു, അതിർത്തിയിൽ ഗോലാൻ കുന്നുകളിൽ സംഘർഷം നടക്കുന്നു. ഈ സമയത്ത് നിങ്ങളിപ്പോൾ അങ്ങ് പോകുന്നത് ശരിയല്ല. ഞാനതാകുന്നു പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞു, നമ്മളെത്രയോ സംഘർഷഭരിതമായ നാടുകളിൽ പോയിട്ടുണ്ട്. ഈ സിറിയ എന്ന് പറയുന്നത് ഇനി നമ്മൾ നിർബന്ധമായിട്ടും പോകേണ്ട ഒരു രാജ്യമാണ്. അത്രയും ചരിത്രമുള്ള നാടാണ്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രാജ്യങ്ങളിലെല്ലാം നമ്മൾ പോയി കഴിഞ്ഞു. ജോർദാനിൽ പോയി, ഇസ്രായേലിൽ പോയി, ലെബനോനിൽ പോയി, തുർക്കിയിൽ പോയി. ഇനി അവരുടെ കിഴക്ക് ഭാഗത്തുള്ള ഇറാഖിലേ പോകാനുള്ളൂ. ഇറാഖിലിപ്പോൾ പോകാവുന്ന സ്ഥിതിയല്ല. എന്നാൽ താരതമ്യേന നമുക്ക് പോകാവുന്നൊരു സ്ഥലം സിറിയയാണ്. ഈ ലൈല ജോർജ് എൻ്റെ അടുത്ത് അങ്ങോട്ട് ഇനി പോകാതിരിക്കാനുള്ള നിരവധി കാരണങ്ങൾ നിരത്തി. അവർ വളരെ ആത്മാർത്ഥതയോടുകൂടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അവസാനം എൻ്റെ നിർബന്ധം സഹിക്കുക വയ്യാതെ അവർ പറഞ്ഞു, ശരി, ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കാം. അന്ന് തന്നെ അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു, ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. ഏതായാലും ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ വിസ കിട്ടി. എൻ്റെ മറ്റൊരു സുഹൃത്ത്, ഒരു ജോസ് ഉണ്ട്, റോയൽ ഒമാനിയ ടൂർസിൻ്റെ. അദ്ദേഹത്തിന് ചില കണക്ഷൻസ് ഉണ്ട്. അതുവഴി സിറിയയിലെ ഡെമാസ്കസിലെ ഒരു ടൂർ കമ്പനിയുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടാക്കി തന്നു. അങ്ങനെ ഗൾഫ് എയർ വിമാനത്തിൽ ബഹ്റിൻ വഴി ഞാൻ ഒരു ദിവസം ദമാസ്കസിലെ അവരുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുകയാണ്. എനിക്കും ആശങ്കകളുണ്ട്. കാരണം സിറിയയിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പലരും ആശങ്കയോടെ നെറ്റി ചൊളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, സിറിയ അത്ര സേഫാണോ? ഞാൻ പറഞ്ഞു, സേഫാണോ എന്നുള്ളതല്ല, ചരിത്രമുള്ള, കഥകളുള്ള, സംസ്കാരമുള്ളൊരു നാടാണ് സിറിയ. നാളെ ഈ മട്ടിൽ കാണുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് പകർത്തിയെടുക്കണം, അത് ഡോക്യുമെൻ്റ് ചെയ്യണം. സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമല്ല, വരുന്ന തലമുറകൾക്ക് വേണ്ടി നമ്മളത് ചിത്രീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഞാൻ ദമാസ്കസിൽ വന്നിറങ്ങിയിരിക്കുന്നത്. വലിയൊരു വിമാനത്താവളമൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ ചെന്നിറങ്ങുമ്പോൾ അധികം യാത്രക്കാരൊന്നുമില്ല. ഞങ്ങളുടെ ഈ വിമാനത്തിൽ വന്ന കുറേ ആളുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഓടിച്ചെന്ന് ഇമിഗ്രേഷൻ കൗണ്ടറിന് മുമ്പിൽ സ്ഥാനം പിടിച്ചു. 5, 6, 7 കൗണ്ടറുകളുണ്ട്. അതിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം ഇങ്ങനെ അലസമായിട്ടിരിക്കുകയാണ്. എൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കി, കുറേ പേജുകൾ അങ്ങും ഇങ്ങും എല്ലാം മറിച്ചു. അതിനകത്ത് കുറേയേറെ വിസകളുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അമേരിക്കയിൽ യാത്ര ചെയ്തിട്ടുണ്ട്, നിരവധി രാജ്യങ്ങളുടെ വിസ അതിനകത്തുണ്ട്. അദ്ദേഹം ഇങ്ങനെ എല്ലാം മറിച്ച് നോക്കിയിട്ട് ബോധ്യപ്പെടാത്ത രീതിയിൽ അവിടെ അങ്ങ് വെച്ചു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ച് നേരം. എന്നിട്ട് പറഞ്ഞു, നിങ്ങളങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. എനിക്ക് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. ഞാനങ്ങ് മാറി നിന്നു. അപ്പോഴത്തേക്കും ഒരു വലിയ ക്യൂ ഈ കൗണ്ടറിന് മുമ്പിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. ഈ കൗണ്ടറിന് മാത്രമല്ല, മറ്റു കൗണ്ടറുകളുടെ മുമ്പിൽ ഞാൻ അക്ഷമനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. ഈ ഡമാസ്കസിലുള്ള ഹയാ ടൂർസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് എന്നെ ഇവിടെ ഹോസ്റ്റ് ചെയ്യാം, എന്നെ ഇവിടെ സ്വീകരിച്ച് കാഴ്ചകളിലേക്ക് കൊണ്ടുവന്നേറ്റിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ജോസ് ലീവ പറഞ്ഞ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന് ചില പരിചയമുണ്ട് അവിടെ. ഈ ഹയാ ടൂറിൻ്റെ മുതലാളി ഖസൻ ചാഹിർ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു വണ്ടിയുമായിട്ട് ഒരു ഡ്രൈവറെ അയച്ചിട്ടുണ്ട് എയർപോർട്ടിലേക്ക്. കുറേ നേരം കാത്തു നിന്നിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർ തിരിച്ചു പോയെങ്കിലോ. കുറേ കഴിഞ്ഞു. ഒരു 6-7 പേരെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇയാൾ എത്തി നോക്കി. അപ്പോൾ ഞാനവിടെ മാറി നിൽക്കുന്നുണ്ട്. വരാൻ പറഞ്ഞു. ഞാനവിടെ ചെന്നു. അപ്പോൾ അയാൾ ആ ക്യൂവിൽ നിന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ മറ്റ് ക്യൂവിലൊക്കെ പോയി നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ ക്യാബിനിൽ നിന്ന് ഇറങ്ങി എന്നോട് കൂടെ വരാൻ പറഞ്ഞു. എന്നെയും കൂട്ടിക്കൊണ്ട് ഇയാൾ അവിടുത്തെ ഈ എയർപോർട്ടിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള കുറേ ഓഫീസ് റൂമുകളുണ്ട്, അവിടേക്ക് പോയി. ഈ എമിഗ്രേഷൻ ഓഫീസർമാരുടെയൊക്കെ ക്യാബിനുകളാണെന്ന് തോന്നുന്നു. അവിടെ ഒരു മുറിയിൽ ഒരു 3-4 മേശകൾ കിടപ്പുണ്ട്. ഈ മേശകളിലെല്ലാം പിന്നിൽ കസേരകളുണ്ട്. പക്ഷേ മുന്നിൽ വരുന്ന അതിഥികൾക്ക് അല്ലെങ്കിൽ കാണാൻ വരുന്നവർക്ക് ഇരിക്കാനുള്ള കസേരകളില്ല. ഈ കസേരകളിലൊന്നും ആളുമില്ല. എന്നോട് പറഞ്ഞു, ഇവിടെ നിന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഇയാൾ എൻ്റെ പാസ്പോർട്ടുമായിട്ട് ഒരു കോറിഡോറിലേക്ക് ഡോർ തുറന്ന് കയറിപ്പോയി. അയാളങ്ങം പോയി മറഞ്ഞു. ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞു, 1/2 മണിക്കൂർ കഴിഞ്ഞു, ആരെയും കാണുന്നില്ല.
അവിടെ ഒട്ട് ഇരിക്കാനും സൗകര്യമില്ല. ഇരിക്കാൻ കസേരകളുള്ളത് ഓഫീസർ ഇരിക്കേണ്ട സൈഡിലാണ്. അതിൽ കയറിയിരുന്നാൽ പിന്നെ അതോടെ പ്രശ്നമായെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങി വന്നു. അയാൾ എന്നെ ഒന്ന് നോക്കിയിട്ട് നടന്നു പോയി. ഞാനപ്പോൾ അയാളെ പെട്ടെന്ന് വിളിച്ചു. ഞാനിവിടെ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു, ഒരു ഓഫീസറിൻ്റെ പാസ്പോർട്ടുമായിട്ട് അകത്തേക്ക് പോയി, ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, ആരാ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. കണ്ടാൽ മുഖം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇയാൾക്ക് ഇതൊന്നും മനസ്സിലായില്ല. ഇയാൾ കുറേ നേരം എൻ്റെ മുഖത്തേക്ക് രൂക്ഷമായിട്ട് നോക്കി നിന്നിട്ട് കൈകൊണ്ട് എന്തോ എങ്കിൽ ആംഗ്യം കാണിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇത്തിരി കഴിഞ്ഞ് വീണ്ടും ഒരാൾ വന്നു. ഇയാളോട് ഈ കാര്യങ്ങൾ പറയാൻ ഞാൻ ശ്രമിച്ചു. അയാൾക്കും ഒരു ഭാവവ്യത്യാസമില്ല, അയാൾ ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് 1 മണിക്കൂർ പിന്നിട്ടു. എന്നെ കാത്തു നിൽക്കുന്ന ഡ്രൈവർ ഇനി എത്ര നേരം നിൽക്കും അറിയില്ല. അയാൾ പോയി കാണുമോ? ഇനി എനിക്ക് എങ്ങനെ ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റും? എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന വണ്ടിയും ഡ്രൈവറും ഇതിനോടാൻ പോയിട്ടുണ്ടാവും. ഞാൻ വീണ്ടും ഒരു 15 മിനിറ്റ് ഇവിടെ കാത്തു നിന്നു. അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറായി ഞാനിവിടെ വന്ന് ഇറങ്ങിയിട്ട്. 1.5 മണിക്കൂറായിട്ട് വിസയുള്ള, പാസ്പോർട്ടും കൃത്യമായ ഡോക്യുമെൻസും ഉള്ള ഞാൻ ഈ ഡമാസ്കസ് എയർപോർട്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സംഘർഷഭരിതമായിട്ട്. എനിക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലായി. ഒരച്ചടക്കവും ഒരു ഡിസിപ്ലിനും ഒരു കൃത്യനിഷ്ഠയും ഒന്നുമില്ലാത്ത സംവിധാനമാണ് മനസ്സിലായി. ഇയാളെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇയാൾ കയറിപ്പോയ ആ ഡോറ് തുറന്ന് ആ കോറിഡോറിലൂടെ നടന്നു. ഈ കോറിഡോറിൻ്റെ 2 വശങ്ങളിലും ക്യാബിനുകളാണ്, റൂമുകളാണ്. ഇതിൽ ഓരോ റൂമിലും കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്, ഓരോരുത്തരൊക്കെ. ഞാൻ ഓരോ റൂമിലും നോക്കി, ഇയാളുടെ ഈ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. നോക്കി നടക്കുകയാണ്. ഒരു വശത്തെ മുഴുവൻ നോക്കി നടന്നു കഴിഞ്ഞിട്ട് ഇയാളെ കാണുന്നില്ല. മറ്റേ വശത്തൂടെ തിരിച്ച് നടക്കുമ്പോൾ ഒരു മുറി, വലിയൊരു മുറിയാണ്. അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥനിരിക്കുന്നുണ്ട്. അയാൾക്ക് ഒരു 50-55 വയസ്സുണ്ടാവും. അദ്ദേഹം സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ പുകയൂതിയിരിക്കുകയാണ്. മിക്കവാറും ഇവരെല്ലാം സിഗരറ്റ് വലിക്കുന്നുണ്ട്, ഓഫീസിലിരിക്കുന്നവരെല്ലാം. അദ്ദേഹത്തിൻ്റെ മേശയിൽ ഒരു പാസ്പോർട്ട് തുറന്നിട്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ച പോലെ ഇരിക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഒരു കടും നീല ചട്ടയാണ്, ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ നിറവാണ്. എനിക്കൊരു സംശയം തോന്നി, ഇത് എൻ്റെ പാസ്പോർട്ടാണോ? ഞാൻ ഒന്ന് മുമ്പോട്ട് നടന്നിട്ട് തിരിച്ച് വന്ന് ഈ മുറിക്കകത്തേക്ക് കയറി നിന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ട്രാവലറാണ്. എൻ്റെ പാസ്പോർട്ട് ഒരു ഉദ്യോഗസ്ഥൻ വാങ്ങിക്കൊണ്ട് വന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തെ കാണുന്നില്ല. ഇതെൻ്റെ പാസ്പോർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നോക്കുമ്പം ഇന്ത്യൻ നമ്മുടെ അശോക സ്തംഭമാണ്, ചിഹ്നം ഉണ്ട്, ആ സിംഹത്തിൻ്റെ തല. ഇത് തന്നെയാണ് എൻ്റെ പാസ്പോർട്ടും തോന്നുന്നു. അദ്ദേഹം ചോദിച്ചു, നിൻ്റെ പേരെന്താ? ഞാൻ എൻ്റെ പേര് പറഞ്ഞു. എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ നിന്നാണ്. എന്നിട്ട് ഈ പാസ്പോർട്ട് തുറന്നു. എന്നിട്ട് ചോദിച്ചു, ജോർജ് കുളങ്ങര സന്തോഷ്? ഞാൻ പറഞ്ഞു, അതെ. അയാൾ പിന്നെയും പാസ്പോർട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചു, പേജുകളെല്ലാം മറിച്ച് നോക്കി. എന്നിട്ട് ഡ്രോ തുറന്ന് ഒരു സീലെടുത്തു. എന്നിട്ട് അതിലൊരു സീലടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇട്ടു. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എടുത്തുകൊണ്ട് കൊള്ളാനാണെന്ന്. ഞാൻ ആ പാസ്പോർട്ട് എടുത്തു. എനിക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അന്നേരം പുള്ളി കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഞാൻ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. തിരിച്ച് എയർപോർട്ടിൻ്റെ ഹാളിലേക്ക് വന്നു. അറൈവൽ ഹാളിൽ കൂടെ പുറത്തേക്ക് നടന്നു. കസ്റ്റംസിൻ്റെ പരിശോധനയാണ് അടുത്തത്. അതും ഇതുപോലെ തന്നെ എന്നെ അവിടെയും പിടിച്ചു. ബാഗെല്ലാം തുറന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ഇനി എവിടെ നിന്നൊരു ടാക്സി കിട്ടും എന്നുള്ള ചിന്തയിലേക്ക് പുറത്തേക്ക് നടക്കുന്നത്. ഞാൻ പുറത്തേക്ക് നടന്ന് അറൈവൽ പ്രദേശമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വാതിൽ വന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരാൾ മാത്രം നിൽക്കുന്നു. ഒരു പേപ്പറും പിടിച്ച് ഇങ്ങനെ ഒരു പ്രതിമ കണക്കെ. അതിൽ സന്തോഷ് ജോർജ് കുളങ്ങര എഴുതിയിട്ടുണ്ട്. എനിക്ക് വലിയ എക്സൈറ്റ്മെൻറ്റായി. കാരണം ഈ 1.5-2 മണിക്കൂറായിട്ട് ഈ മനുഷ്യൻ എന്നെ പ്രതീക്ഷ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വരും എന്നുള്ള ഉറപ്പിൽ ഞാൻ അയാളുടെ അടുത്തേക്ക് വന്നു, കൈ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അദ്ദേഹം പരിചയപ്പെട്ടു. പേര് വാലിദ്. വാലിദാണ് കാറുമായിട്ട് വന്നിരിക്കുന്നത് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഞാൻ വാലിദിൻ്റെ കാറിലേക്ക് ചെന്ന് കയറി. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളും ഞാൻ ഈ പുറത്തെ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക്, അദ്ദേഹത്തിന് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം, ഡോണ്ട് ഷൂട്ട് ടു പോലീസ്, മിലിറ്ററി, ഗവൺമെൻറ് ഓഫീസ് എന്നൊക്കെ എടുത്ത് വാക്കുകൾ പറക്കി വെച്ച് അദ്ദേഹം എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരുന്നു. ചിലയിടത്ത് എത്തുമ്പോൾ എന്നെ തോണ്ടും, ക്യാമറ. അത് അവിടെ എഴുതോ ഗവൺമെൻറ് ഓഫീസുണ്ട് അത്രേ. അതായത് ഒരടിയന്തരാവസ്ഥ കാലത്ത് ഒരു രാജ്യത്തെത്തിയതുപോലെയാണ്. ക്യാമറ എല്ലായിടത്തേക്കും തിരിക്കാൻ പറ്റില്ല. സർക്കാർ ഓഫീസുകളുടെ നേരെ ക്യാമറ തിരിക്കാൻ പറ്റില്ല. പോലീസിൻ്റെ നേരെ, പട്ടാളത്തിൻ്റെ നേരെ ഒന്നും ക്യാമറ തിരിക്കാൻ പാടില്ല. എല്ലായിടത്തും പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്, എല്ലായിടത്തും പട്ടാളത്തിൻ്റെ സാന്നിധ്യമുണ്ട്, എല്ലായിടത്തും ചാരന്മാരുടെ സാന്നിധ്യമുണ്ട്. വളരെ സൂക്ഷിക്കണം. നിങ്ങൾ ഈ ക്യാമറ ഭദ്രമായിട്ട് മടി വെച്ചോളൂ എന്ന് ഇടയ്ക്കിടയ്ക്കെല്ലാം പറയും. അങ്ങനെ ഓടി നമ്മൾ കാൾട്ടൺ ഹോട്ടലിൻ്റെ മുമ്പിൽ പോവുകയാണ്. ഈ കാൾട്ടൺ ഹോട്ടലിലാണ് നമ്മളിന്ന് താമസിക്കുന്നത്. ഇന്നല്ല, ഇനിയുള്ളൊരു 4 ദിവസം താമസിക്കുന്നത് ഈ കാൾട്ടൺ ഹോട്ടലിലാണ്. അപ്പോൾ ഡമാസ്കസിലെ ഈ കാൾട്ടൺ ഹോട്ടൽ താമസിച്ചുകൊണ്ട് അവിടുന്ന് പല ദിശകളിലേക്ക്, പാൽമിറ പോലെ പല പട്ടണങ്ങളിലേക്ക്
യാത്രകൾ ചെയ്യാനാണ് എൻ്റെ തീരുമാനം. എന്നിട്ട് വൈകിട്ട് തിരിച്ചു വരണം, എന്നിട്ട് ഇവിടെ താമസിക്കണം. കാരണം ഇനി പോകേണ്ട സ്ഥലങ്ങളെല്ലാം വ്യത്യസ്ത ദിക്കുകളിലാണ്. അതുകൊണ്ട് തന്നെ ഒരേ യാത്രയിൽ ഇതിനെല്ലാം കണക്ട് ചെയ്താൻ പറ്റില്ല. ഒന്ന് വടക്കോട്ടാണെങ്കിൽ മറ്റൊന്ന് കിഴക്കോട്ടായിരിക്കും, മറ്റൊന്ന് പടിഞ്ഞാറോട്ടായിരിക്കും, വേറൊന്ന് തെക്കോട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കേന്ദ്രസ്ഥാനം എന്ന നിലയിൽ ഈ ദമാസ്കസിൽ നിന്ന് പോകണം. അതുകൊണ്ട് ഈ ഹോട്ടലിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് നേരത്തെ തന്നെ. വാലിദ് കാറുമായിട്ട് പോയി. ഞാൻ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്യുമ്പോഴും എൻ്റെ കയ്യിൽ ഈ ക്യാമറയുണ്ട്. ഞാൻ ഈ ക്യാമറ ബാഗിൽ വെക്കാറില്ല. സഞ്ചാരത്തിൻ്റെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് മുതൽ എൻ്റെ കയ്യിൽ ഈ ക്യാമറ ഉണ്ടാവും. കാരണം ഒരു സുപ്രധാനമായ ഷോട്ടും ദൃശ്യവും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഏത് അനുഭവവും നമുക്ക് പകർത്തിയെടുക്കണം. അതാണ് ട്രാവലോഗിൻ്റെ പ്രത്യേകത. ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്ന ഷോട്ട് വേണം, ഹോട്ടലിനകത്തെ ലോബി വേണം, റൂമിലേക്ക് നടക്കുന്ന ഷോട്ട് വേണം, റൂമിൻ്റെ സ്ഥിതി വേണം, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം വേണ്ടതുകൊണ്ട് എപ്പോഴും ക്യാമറ കയ്യിലുണ്ട്. അപ്പോൾ റിസപ്ഷനിലിരിക്കുന്നയാൾ എൻ്റെ കീയൊക്കെ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഹോട്ടലിനകത്ത് ഷൂട്ട് ചെയ്തോളൂ, പക്ഷേ പുറത്ത് ഷൂട്ട് ചെയ്യരുത്. ഞാൻ കേട്ടിട്ടുള്ള ഇതുവരെ നേരെ തിരിച്ചാ, നിങ്ങൾ പുറത്തേക്കൊക്കെ ഷൂട്ട് ചെയ്തോളൂ, പക്ഷേ അകത്തെടുക്കരുതെന്നാണ് ഇതുവരെ ഞാൻ പലയിടത്തും കേട്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഈ ഹോട്ടലിനകമുള്ള ഷൂട്ട് ചെയ്യാം, പക്ഷേ പുറത്ത് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ ഓഫീസുകളാണ് ആ കാണുന്ന കെട്ടിടങ്ങളെല്ലാം. അവിടേക്ക് നിങ്ങൾ ക്യാമറ പുറത്ത് കാണുന്ന രീതിയിൽ പോലും നടക്കരുത്. ഈ ക്യാമ്പസ് വിട്ട് കാറിൽ കയറുവോളം നിങ്ങൾ ക്യാമറ ബാഗിനകത്ത് വെച്ചേ പോകാവുള്ളൂ. കാരണം ഈ ഹോട്ടൽ പോലുള്ള സ്ഥലങ്ങളിൽ നേരത്തെ ചില ചാരന്മാരും ചില തീവ്രവാദികളും വന്ന് താമസിച്ച് ഇത്ര ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഏജൻസികളുടെയൊക്കെ രഹസ്യം ചോർത്തുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം മിലിറ്ററി കേന്ദ്രങ്ങളുടെയൊക്കെ പരിസരങ്ങളിൽ ഒന്നും ക്യാമറയായിട്ട് നടക്കുന്നവരെ സ്വതന്ത്രമായിട്ട് നടക്കാൻ അനുവദിക്കില്ല. അവർ പിടിച്ചുകൊണ്ട് പോവും, ചോദ്യം ചെയ്യും, ചിലപ്പോൾ പുറത്തു വരും, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഇരുട്ടടഞ്ഞ ഒരു തടവറയിലേക്ക് പോയെന്നിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഈ സിറിയയിൽ വന്നിട്ട് ഓരോ മിനിറ്റും കഴിയും തോറും ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, വാണിംഗ് തരുന്ന ഉപദേശങ്ങളാണ് എല്ലാവരും തരുന്നത്. ഞാൻ മുറിയിൽ ചെന്നു, ബാഗൊക്കെ അവിടെ വെച്ചു, ഒന്ന് ഫ്രഷായി. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. കാരണം അധികം താമസിയാതെ തന്നെ ഒരാൾ എന്നെ ഈ ഹയാത്ത് ടൂറിൻ്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ റെഡിയായി താഴെ വരുമ്പോൾ ഒരാളുണ്ട് അവിടെ, നല്ല ഉയരമുള്ള ഒരു മനുഷ്യൻ. ഇമ്രാൻ എന്നാണ് അയാളുടെ പേര്. ഇമ്രാൻ നമ്മുടെ ഇമ്രാൻ ഖാൻ്റെ ഏതാണ്ട് ഒരു ഷേപ്പൊക്കെയാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇമ്രാൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെ നിങ്ങളുടെ കൊളീഗ്സൊക്കെ, നിങ്ങളുടെ കൂടെ വന്നവരൊക്കെ എവിടെ, അവരൊന്നും റെഡിയായില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ കൂടെ ആരെയും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ തനിച്ചാ. ഓ, അപ്പോൾ നിങ്ങൾ തനിച്ചാണോ ഈ ടെലിവിഷൻ പരിപാടി ഷൂട്ട് ചെയ്യാൻ വന്നത്? ഞാൻ പറഞ്ഞു അതെ. ഈ ഹയാത്ത് ടൂറിൻ്റെ ഉടമസ്ഥരെ ഇയാളോട് കഥയൊക്കെ പറഞ്ഞാൽ വിട്ടിരിക്കുന്നത്. ഞാൻ പുറത്തേക്ക് നടന്നു, ഇയാളുടെ കാറിൽ ചെന്ന് കയറി ഹയാത്ത് ടൂറിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. നമ്മൾ ഡമാസ്കസ് സിറ്റിക്കകത്തൂടെയാണ് പോകുന്നത്. ഡമാസ്കസിൻ്റെ പുതിയ ഭാഗങ്ങളാണിതൊക്കെ. അവരുടെ കുറേ ഓടി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ ഒരു കെട്ടിടത്തിൻ്റെ മുമ്പിൽ റോഡ് സൈഡിൽ കാർ കൊണ്ടുപോയി നിർത്തി. ഞാനവിടെ ഇറങ്ങി, ഇമ്രാനും കൂടെ വന്നു. അകത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിൽ മറ്റാണ് ഈ ഓഫീസ്. ഞാനങ്ങ് കയറി ചെല്ലുമ്പോൾ സ്റ്റെപ്പിൽ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹം ചിരിച്ചു എന്നെ കണ്ടപ്പോഴേ. മിസ്റ്റർ സന്തോഷ്? ഞാൻ പറഞ്ഞ അതെ. വെൽക്കം ടു സിറിയ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്, ചെറുപ്പക്കാരനാണ്, നല്ല സുന്ദരൻ. ഈ ഇബ്രാഹിം എന്നെ കൂട്ടിക്കൊണ്ട് അടുത്ത നിലയിലെ അവരുടെ ഹയാത്ത് ടൂറിൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്നു. ആ ഹയാത്ത് ടൂറിൻ്റെ ഓഫീസ് നല്ലൊരു ഓഫീസാണ്. ഈ ഹയാത്ത് ടൂർ ഈ ഇബ്രാഹിമിൻ്റെ പിതാവ് ആരംഭിച്ചതാണ്, ഖസൻ ചാഹിർ. അദ്ദേഹം 30 കൊല്ലം മുമ്പ്, അതായത് 2008 30 കൊല്ലം മുമ്പ് ആരംഭിച്ച ഒരു ടൂർ കമ്പനിയാണ്. അക്കാലം മുതൽ പാശ്ചാത്യരായ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുമായിരുന്നു. പക്ഷേ അപ്പോഴും സിറിയയിലേക്ക് ഇന്ത്യക്കാരധികം പോയിരുന്നില്ല. ഇപ്പോഴും ഇന്ത്യക്കാരുടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ അല്ല സിറിയ. തൊട്ടപ്പുറത്തുള്ള തുർക്കിയിലേക്ക് ധാരാളം പേര് പോകുന്നുണ്ട്, ഇസ്രായേലിലേക്ക് പോലും ധാരാളം ആളുകൾ പോകുന്നുണ്ട്, ജോർദാനിലേക്ക് നിരവധി ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിറിയയിലേക്ക് ഇന്ത്യയിൽ നിന്ന് അധികം ആളുകൾ പോകുന്നില്ല. അല്ലെങ്കിൽ ഇത്തരം നമ്മുടേതുപോലത്തെ പ്രദേശങ്ങളിൽ നിന്ന് അന്ന് അധികം ആളുകളില്ല. യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഒക്കെയാണ് കുറച്ചെങ്കിലും അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ. ഈ ഇബ്രാഹിം എന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഖസൻ ചാഹിർ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന റൂം എന്ന് പറയുന്നത് ഒരു പുരാവസ്തുവിൻ്റെ ഒരു മ്യൂസിയം പോലെയാണ്. നിരവധി ശില്പങ്ങൾ, അവാർഡുകൾ കിട്ടിയത്, പലതരം ഫലകങ്ങൾ, ഇതെല്ലാം ആയിട്ട് അലങ്കരിച്ചൊരു മുറി. അദ്ദേഹം ഹൃദ്യമായിട്ട് എന്നെ സ്വീകരിച്ചു. എഴുന്നേറ്റ് വന്ന് ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. ഇരിക്കാൻ പറഞ്ഞു. എനിക്കുള്ള ജ്യൂസ് കൊണ്ടുവന്നു. പിന്നെ ചായ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് വലിയ എക്സൈറ്റ്മെൻറ്റ്. അയാൾ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് അധികം ആളുകൾ വരുന്നില്ല, നിങ്ങൾ ഈ പരിപാടി ചിത്രീകരിച്ച് കഴിയുമ്പോഴേക്കും കുറേ പേര് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഞാൻ ഒരുക്കി തരുന്നിട്ടുണ്ട്. മിസ്റ്റർ ജോസ് നിങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം, വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്കൊന്ന് അടുത്ത ദിവസങ്ങളിലെ ടൂറൊന്ന് പ്ലാൻ ചെയ്യാം. അങ്ങനെ സംസാരിച്ചു ഇരിക്കുമ്പോഴത്തേക്കും വേറൊരാൾ കയറി വരുന്നു മുറിയിലേക്ക്. അദ്ദേഹം വാതിൽക്കൽ മുട്ടിയിട്ട് അകത്തേക്ക് കയറി വന്നു. അപ്പോൾ ഖസൻ ചാഹിർ പറഞ്ഞു, നിങ്ങളുടെ ആൾ വന്നല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു പ്രായമായ ആളെയാണ്, മുടിയൊക്കെ നരച്ച, ഒരു വാർദ്ധക്യത്തിലേക്ക് കാല് എടുത്തു വെച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം കയറി വന്ന് കൈനീട്ടി എന്നെ പരിചയപ്പെട്ടു.
ഫാരിസ് അൽ ഘോറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫാരിസ് അൽ ഘോറി ഞങ്ങളുടെ കൂടെ ഇരുന്നു. ഇബ്രാഹിം വേറൊരിടത്തിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഈ സമയമായപ്പോഴത്തേക്ക് ഒരു 4:30-5 മണിയായി. ഇനി ബാക്കിയുള്ള സമയവും അടുത്ത 3 ദിവസവും നമ്മൾ എവിടെയൊക്കെ പോകണം, ഏതൊക്കെ റൂട്ടിലാണ് പോകേണ്ടത്, ഏതൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്, അവിടുത്തെ പെർമിറ്റുകൾ എങ്ങനെ എടുക്കണം, വാഹനം ഏതായിരിക്കണം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒരു മാപ്പ് മേശയിൽ നിവർത്തിയിട്ട് ഞങ്ങൾ ഓരോ റൂട്ടും മാർക്ക് ചെയ്തു. ഞാൻ അതിൻ്റെ ലിസ്റ്റുകൾ എഴുതിയെടുത്തു, ആ ക്രമം എഴുതി വെച്ചു. എന്നിട്ട് ഇതെല്ലാം എൻ്റെ ഗൈഡ് ബുക്കിനകത്ത് ഈ സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം വിശദാംശങ്ങളുണ്ട്. അപ്പോൾ ഏത് സ്ഥലത്ത് എത്ര സമയം വേണമെന്നുള്ളത് ഈ ഖസൻ ചാഹിറും ഈ ഫാരിസും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് സമയം തീരുമാനിച്ച് 4 ദിവസത്തെ ടൂർ പ്ലാൻ ചെയ്തു. എന്നിട്ട് മാപ്പൊക്കെ മടക്കി ബാഗിൽ വെച്ചു. ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞാനും ഫാരിസ് അൽ ഘോറിയും കൂടെ ഇനി ഞങ്ങളുടെ എക്സ്പ്ലോറേഷൻ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഇബ്രാഹിമിനോടും അച്ഛനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് വണ്ടിയൊന്നും വേണ്ട. ഇന്ന് നമ്മൾ ദമാസ്കസ് എന്ന പുരാനഗരത്തിൻ്റെ നഗരഹൃദയത്തിലേക്ക് പോവുകയാണ്. 2008 ഞാൻ ചെല്ലുമ്പോൾ ബാഷർ അൽ അസദ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്. അപ്പോൾ ഫാരിസും ഞാനും കൂടെ തെരുവിലേക്ക് ഇറങ്ങി നടന്നു. കുറേ ദൂരം നടന്നു. തെരുവിൽ വഴിയോര കച്ചവടക്കാരുണ്ട്. നമ്മുടെ ഡൽഹിയുടെ ഒരു തെരുവ് പോലെ തന്നെ തോന്നും. ഒരു കോണാട്ട് പ്ലേസിൻ്റെയൊക്കെ ഓരത്തൂടെ നമ്മൾ നടക്കുന്നത് പോലത്തെ ഒരു അനുഭവമാണ്. വഴിയോര കച്ചവടക്കാരുണ്ട്, വഴിയിലേക്ക് ഇറക്കി സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇവരെയൊക്കെ പിന്നിട്ട് നടക്കുകയാണ്. നടക്കുമ്പോൾ ചിലയിടത്തെത്തുമ്പോൾ ഫാരിസ് പറയും, ക്യാമറ ഒന്ന് ബാഗിലേക്ക് വെച്ചോളൂ. ഞാൻ ബാഗിലേക്ക് ക്യാമറ താഴ്ത്തി വെക്കും. എന്നിട്ട് ആ കെട്ടിടം കഴിയുമ്പോൾ അദ്ദേഹം പറയും, ക്യാമറ എടുത്തോളൂ. നടന്ന് ഞങ്ങൾ ഒരു ടൗൺ സ്ക്വയറിലേക്ക് എത്തി. ആ സ്ക്വയറിൻ്റെ പേര് മർജെ സ്ക്വയർ എന്നാണ്. മർജെ സ്ക്വയറിൻ്റെ അർത്ഥം എന്താണെന്ന് ഫാരിസ് പറഞ്ഞു തന്നു. മർജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളുടെ ചത്തുരം എന്നാണ് അതിൻ്റെ അർത്ഥം. 1916 ഓട്ടോമൻ തുർക്കികളുടെ ഭരണം നടക്കുമ്പോൾ ആ ഭരണം അവസാനിപ്പിക്കാനും സിറിയയ്ക്ക് അല്ലെങ്കിൽ ഡമാസ്കസ് ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിന് സ്വാതന്ത്ര്യം കിട്ടാനും വേണ്ടി പോരാടിയ കുറേ സ്വാതന്ത്ര്യ പോരാളികളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു വിപ്ലവത്തിന് ആഹ്വാനം നടത്തുകയും അതിനൊരു ശ്രമം നടത്തുകയും ചെയ്ത 10 പേരെ പിടികൂടി ഈ സ്ക്വയറിൽ വെച്ച് പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുക ചെയ്തത്. അതിനുശേഷമാണ് ഈ സ്ക്വയറിന് മർജെ സ്ക്വയർ എന്ന് പേര് വന്നത്. സ്വതന്ത്ര സിറിയ രൂപപ്പെടാൻ കാരണമായി തീർന്ന ആ സ്വാതന്ത്ര്യ സമര പോരാളികളെ സ്മരിച്ചുകൊണ്ടുള്ളൊരു സ്തംഭമൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവരെ തൂക്കിക്കൊന്ന സ്ഥലത്താണ് അതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. അതിലൂടെ ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ട്. ചെറിയ അരുവിയേ ഉള്ളൂ, പക്ഷേ അവർക്കതൊരു റിവറാണ്. അവിടെ എല്ലാം ക്രോസ് ചെയ്ത് വീണ്ടും നടന്നു. ഒരു ഇളം തണുപ്പൊക്കെ ആയി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ ഫാരിസിനൊപ്പം ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ വഴിയൊക്കെ വൃത്തിയാക്കുന്ന യന്ത്രങ്ങളൊക്കെ അന്ന് ഞാൻ കാണുന്നുണ്ട്. തെരുവോരത്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകൾ, പഴങ്ങൾ വിൽക്കുന്ന കടകൾ, പലഹാരക്കടകൾ, ധാരാളം പലഹാരങ്ങളുണ്ട്. ഈ സിറിയക്കാരുടെ തന്നെ മധുരപലഹാരങ്ങൾ വിവിധ നിറത്തിലും വളരെ രസകരമായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതൊക്കെ പല പലഹാരക്കടകളുടെ മുമ്പിൽ കാണാം. കൂടാതെ പാത്രക്കടകൾ. ഇതൊക്കെ പിന്നിട്ട് നടന്ന് നമ്മൾ ഒരു വലിയ കോട്ടയുടെ ഒരു കവാടം പോലത്തെ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. മുമ്പിൽ വലിയൊരു കോട്ടയാണ് കാണുന്നത്. ഈ കോട്ട അറിയപ്പെടുന്നത് സിറ്റാഡൽ ഓഫ് ഡമാസ്കസ് എന്നാണ്. ഡമാസ്കസിൻ്റെ സിറ്റാഡൽ. ഈ സിറ്റാഡലിനകത്തേക്ക് നമുക്ക് കയറാം. പഴയൊരു കോട്ടയാണത്. 1000 വർഷത്തിൻ്റെ പഴക്കമുള്ള ചരിത്രമുള്ള വലിയൊരു കോട്ട. ഇന്ന് ആ കവാടം കടന്ന് കോട്ടയ്ക്കകത്തേക്ക് ചെല്ലുമ്പം ആ കവാടം മുതൽ നമ്മളൊരു സ്ട്രീറ്റിലേക്കാണ് കയറുന്നത്. ഈ സ്ട്രീറ്റിനൊരു മേൽക്കൂരയുണ്ട്. ഈ മേൽക്കൂരയുടെ താഴെ ജനങ്ങൾ നിറഞ്ഞൊഴുകുന്നൊരു തെരുവ്. പഴയൊരു മാളാണത്, പഴയൊരു ചന്തയാണത്. ഇതിൻ്റെ 2 വശങ്ങളിലും 100 കണക്കിന് കടകൾ. ഈ കടകളിൽ കൗതുക വസ്തുക്കളും സുവനീറുകളും മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങൾ, സിറിയക്കാരുടെ അല്ലെങ്കിൽ ഡമാസ്കസുകാരുടെ ജീവിതത്തിൽ വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ, പലഹാരക്കടകൾ, ഭക്ഷണവസ്തുക്കൾ വിൽക്കുന്ന കടകൾ, പഴങ്ങൾ വിൽക്കുന്ന കടകൾ, ജ്യൂസും അത്തറും വിൽക്കുന്ന കടകൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വിൽക്കുന്ന പാത്രങ്ങൾ വിൽക്കുന്ന കടകൾ. ഇതിനിടയ്ക്ക് കൂടെ നടക്കുന്ന ധാരാളം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പെർഫ്യൂമുകളും മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒക്കെ വിൽക്കുന്ന നിരവധി കടകൾ. അതുപോലെ തന്നെ ഇവരുടെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ. ഇതിനകത്തൂടെ ചില രസികന്മാർ നടക്കുന്നുണ്ട്. പഴയ ഓട്ടോമൻ കാലഘട്ടത്തിലെ ഒരു ഭടൻ്റെയോ അല്ലെങ്കിൽ ഒരു രാജ കുടുംബാംഗത്തിൻ്റെയോ പോലത്തെ വേഷമൊക്കെ കെട്ടി കയ്യിൽ കൊലുസൊക്കെയുള്ള കുറച്ച് തൊങ്ങലുകളൊക്കെ ചാർത്തിയ ഒരു പ്രത്യേകതരം പാത്രം ഇങ്ങനെ തോളത്ത് തൂക്കിയിട്ടിരിക്കുന്നു. ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് ചെരിച്ച് കഴിയുമ്പോൾ വേറൊരു ചെറിയ പാത്രത്തിനകത്തേക്ക് ഒരു കപ്പ് പോലത്തെ ഒന്നിലേക്ക് ജ്യൂസ് വീഴും. ഈ ജ്യൂസിലേക്ക് കുറച്ച് പൊടികളും കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെതറി കലാപരമായിട്ടൊരു നൃത്തം അവതരിപ്പിക്കുന്നത് പോലെ കുറേ ആംഗ്യ ഒക്കെ കാണിച്ച് നമുക്ക് തരും. ഇത് നമുക്ക് വാങ്ങി കുടിക്കാം. ജ്യൂസ് വിൽപ്പനക്കാരാണ്.
ഇങ്ങനെ കുറേയേറെ ജ്യൂസ് വിൽപ്പനക്കാർ ഈ ചന്തയ്ക്കകത്ത് നടക്കുന്നുണ്ട്. ഇവരെ കാണുന്നത് തന്നെ രസമാണ്. ഞാനും ഫാരിസും ഓരോ ജ്യൂസും കുടിച്ച് വീണ്ടും നടക്കുകയാണ്. മനോഹരമായൊരു ചന്ത. 2000 വർഷത്തിൻ്റെ ചരിത്രമുണ്ട് ഈ ചന്തയ്ക്ക്. ഈ ചന്തയുടെ പേര് അൽ ഹമീദിയ ബസാർ എന്നാണ്. ഈ അൽ ഹമീദിയ ബസാറിന് പല ഉപതെരുവുകളുണ്ട്, പല ജംഗ്ഷനുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് പല കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മേൽക്കൂര ഏതാണ്ട് 600-700 വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോമൻ തുർക്കികളുടെ കാലത്ത് സ്ഥാപിച്ചതാണ്. ആ മേൽക്കൂര ഇപ്പം നമ്മളെ മുകളിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം പോലെയാണ്, നിരവധി തുളകൾ. അപ്പോൾ ഞാൻ ഫാരിസിനോട് ചോദിച്ചു, ഇതെല്ലാം തുള പിടിച്ച് കിടക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഇത് ഫ്രഞ്ചുകാർക്കെതിരെ നടന്ന ഒരു കലാപമുണ്ട് ഇവിടെ. ഒരു 10-100 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ആ കലാപത്തിൻ്റെ കാലത്ത് നിരന്തരമായ വെടിയുച്ചകളും ബോംബാക്രമണവും ഒക്കെ ഉണ്ടായി. ആ സമയത്ത് വെടിയുണ്ടകൾ തറച്ച് ഉണ്ടായ ദ്വാരങ്ങളാണതൊക്കെ. അതൊക്കെ ഇപ്പോഴും ഒരു ചരിത്രാവശേഷി പോലെ നിൽക്കുകയാണ്. ചിലയിടത്ത് ബോംബ് വീണ തകർന്നതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. അതും ഇപ്പോഴും അങ്ങനെ തന്നെ ചരിത്രത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നടന്ന് നമ്മൾ ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്നു. അവിടെ വിശേഷപ്പെട്ടൊരു കടയുണ്ട്. ഫാരിസ് പറഞ്ഞു, നമുക്കിതൊന്ന് കാണാം. ഒരു 2ാം നിലയിലേക്ക് അത് കയറി ചെല്ലണം. 2ാം നിലയിലേക്ക് കയറി ചെല്ലുമ്പം അവിടെ ബഗ്ദാഷ് എന്ന് പേരെഴുതിയ ഒരു കട, ഒരു വലിയ ഷോപ്പാണ്, മനോഹരമായ ഒരു ഷോപ്പ്. അതിൻ്റെ മുമ്പിലും അകത്തും എല്ലാം ജനം നിറഞ്ഞു നിൽക്കുന്നു. ഈ ബഗ്ദാഷ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കയറി ചെല്ലുമ്പോൾ ഇതൊരു ഐസ്ക്രീം ഷോപ്പാണ്. 1895 മുതൽ ഇന്ന് വരെ, ഇന്ന് ഞാനീ സംസാരിക്കുന്ന ദിവസം വരെയല്ല, 2008 വരെ ഒരു ദിവസം പോലും അടയ്ക്കാതെ നിരന്തരം പ്രവർത്തിച്ചു വരുന്ന, എനിക്ക് തോന്നുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ഐസ്ക്രീം കടയാണ്. അവിടെ വിവിധ ഫ്ലേവറുകളിലുള്ള, വിവിധ ശൈലിയിലുള്ള, സിറിയൻ രുചിഭേദങ്ങളുടെ വൈവിധ്യങ്ങൾ അറിയാൻ കഴിയുന്ന ഐസ്ക്രീമാണ് 1895 മുതൽ ഒരു കുടുംബം വിറ്റുവരുന്നത്. അതിൻ്റെ പ്രശസ്തി കേട്ടറിഞ്ഞ് ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ആളുകൾ ഐസ്ക്രീം വാങ്ങാൻ വന്ന് നിൽക്കുകയാണ്. അവിടെ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു 2 ദിവസം മുമ്പേ വിളിച്ച് ബുക്ക് ചെയ്യണം. നിങ്ങൾക്കൊരു ടൈം സ്ലോട്ട് തരും. ആ ടൈം സ്ലോട്ടിൽ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ അവിടെ ഇരുന്ന് കഴിക്കാം. ഇനി ഒന്നും ബുക്ക് ചെയ്യാത്തവർക്ക് അവിടെ ഒരു ക്യൂവിൽ പോയി സ്ഥാനം പിടിക്കാം. ആ ക്യൂവിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങി കഴിക്കാം. അതൊരു വിചിത്രമായ കാഴ്ചയാണ്. 1895 ആരംഭിച്ച ഐസ്ക്രീം. നമ്മുടെ നാട്ടിലെ, എൻ്റെയൊക്കെ നാട്ടിൽ ഐസ്ക്രീം ഞങ്ങൾ കാണാൻ തുടങ്ങിയത് എന്താണെന്ന് ഞാനപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ചത്. 1985 ചൊവ്വേനേരം നമ്മളൊക്കെ ഒരു ഐസ്ക്രീം കഴിക്കുന്നത്. അപ്പോൾ അവിടെ നിരവധി ജീവനക്കാരുണ്ട്. അവർ ചില പ്ലേറ്റുകളിൽ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നു, വേറൊരു കൂട്ടർ ഐസ്ക്രീം ഒരു പെട്ടിക്കകത്ത് പാക്ക് ചെയ്യുന്നു, ഐസ് ബോക്സിനകത്ത്. അപ്പോൾ ഇത് ഹോം ഡെലിവറി ഉണ്ട് ഇവർക്ക് പണ്ട് മുതലേ. നമ്മൾ വിളിച്ച് പറഞ്ഞാൽ മതി, വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു ഗംഭീര സാംസ്കാരിക കേന്ദ്രമായിട്ടൊരു ഐസ്ക്രീം പാർലർ മാറിയിരിക്കുന്നു. അതിൻ്റെ പുറത്ത് ആളുകൾ ഊഴം കാത്തു നിൽക്കുന്നു. ഞങ്ങൾ കുറേ നേരമൊക്കെ അതിനകത്ത് ചിത്രീകരിച്ച് നടന്നതിന് ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഈ അൽ ഹമീദിയ മാർക്കറ്റിൻ്റെ അങ്ങേയറ്റത്ത് വലിയൊരു കവാടമുണ്ട്, വലിയൊരു ഗേറ്റുണ്ട്, ഒരു പടിപ്പുരയുണ്ട്. 2000 കൊല്ലം മുമ്പ് റോമാക്കാരുടെ കാലത്ത് ഈ പടിപ്പുരയുള്ള ഈ കെട്ടിടം ജൂപ്പിറ്റർ ദേവൻ്റെ ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ചു കളഞ്ഞ് അതിനപ്പുറത്ത് പിന്നീട് ഇവിടെ എല്ലാം ഒരു ക്രൈസ്തവ രാജ്യമായി മാറിയപ്പോൾ അവിടെ ഒരു വലിയ ദേവാലയം വന്നു, ഒരു ക്രിസ്ത്യൻ ചർച്ച് വന്നു. അത് അന്ന് സ്നാപക യോഹന്നാൻ്റെ പേരിലുള്ള ഒരു ദേവാലയമായി. സ്നാപക യോഹന്നാൻ്റെ പേരിലുള്ള മഹത്തായ വമ്പൻ ഒരു ക്രിസ്ത്യൻ ചർച്ചായിരുന്നു അത്. പിന്നീട് ഓട്ടോമൻ തുർക്കികളുടെ ഭരണം വന്നപ്പോൾ അവിടെ ഈ ചർച്ചിൻ്റെ ഒരു ഭാഗം മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, ഒരു ഭാഗം ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൊടുത്തു. എന്നാൽ പിന്നീട് അൽ വാലിദ് എന്ന് പറയുന്ന ഒരു ഉമയാദ് ഖലീഫ ഭരണത്തിൽ വന്നു. അദ്ദേഹം ആ ക്രിസ്ത്യൻ ചർച്ച് പൊളിച്ചു കളഞ്ഞ് ഇന്ന് കാണുന്ന ആ മോസ്ക് അവിടെ പണിയുണ്ടായി. അതാണ് അതിൻ്റെ ചരിത്രം. അപ്പോൾ നമ്മൾ നടന്ന് ഈ പടിപ്പുര കടന്ന് ചെല്ലുന്നത് ഈ മോസ്കിൻ്റെ നടുമുറ്റത്തേക്കാണ്. നടുമുറ്റം അതിമനോഹരമാണ്, അതിവിശാലമാണ്. അതിന് ചുറ്റും മോസ്കിൻ്റെ മനോഹരമായ കെട്ടിടം, മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്നു. നിലമാണെങ്കിൽ മാർബിളിട്ടിരിക്കുന്ന മനോഹരമായ തറ, അതിനകത്ത് ചെറിയ മണ്ഡപങ്ങൾ. ആളുകൾ ആ തറയിൽ കാറ്റുകൊണ്ട് ഇരിക്കുന്നു, ചിലർ കിടക്കുന്നു, വിശ്രമിക്കുന്നു. സന്ധ്യ മയങ്ങുന്ന ആ സമയത്ത് അഭൗമമായ ഒരു ലോകത്തെത്തിയ ഫീലാണ് നമുക്ക്. അപ്പോൾ ഫാരിസ് അവിടെ നിന്ന് ഇതിൻ്റെ കഥ എനിക്ക് പറഞ്ഞു തന്നു. ഇവിടെ സ്നാപയോഹന്നാൻ്റെ പേരിൽ ആദ്യകാലത്ത് ഏതാണ്ട് 1800 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഇവിടെ ഒരു പള്ളി വന്നു? ഹെറോദിൻ്റെ ഭരണകാലത്ത് സ്നാപയോഹന്നാൻ്റെ തല വെട്ടിയെടുത്ത് അദ്ദേഹത്തെ വധിച്ചൊരു കഥ ബൈബിളിൽ പറയുന്നുണ്ട്. സ്നാപയോഹന്നാൻ്റെ തല ശിരച്ഛേദം നടത്തി വധിച്ചതിന് ശേഷം ആ തല പിന്നീട് കൊണ്ടുവന്ന് സംസ്കരിച്ചത് ഈ കാണുന്ന ഡമാസ്കസിലെ ഈ പള്ളിയിലാണത്രേ. ഈ പള്ളിക്കകത്ത് ഇപ്പോഴും സ്നാപയോഹന്നാൻ്റെ തല സംസ്കരിച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു ടൂമ്പുണ്ട്.
അവിടെ ധാരാളം ക്രിസ്ത്യാനികൾ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ആ മോസ്കിനകത്താണ് ഇരിക്കുന്നത്. അതുകൂടാതെ അക്കാലത്തെ ഒരു മാമോദിസ തൊട്ടി, സ്നാപയോഹന്നാൻ മാമോദിസ നൽകിയ ആളാണല്ലോ യേശു ക്രിസ്തുവിന്. അപ്പോൾ അതിൻ്റെ സ്മാരകമായിട്ടാവണം പണ്ടുണ്ടായിരുന്ന ആ ദേവാലയത്തിലെ ക്രിസ്ത്യൻ ചർച്ചിലെ മാമോദിസ തൊട്ടി ഇപ്പോഴും അവിടെയുണ്ട്. ഈ പള്ളിയിൽ 2001 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വരികയും ഈ മുസ്ലിം പള്ളിക്കകത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട്. മാത്രമല്ല, ആ കാലത്ത് ഞാനീ ചെല്ലുന്ന സമയത്തൊക്കെ അവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വളരെ സാഹോദര്യത്തിലാണ് ജീവിക്കുന്നത്. ഈ പള്ളിയിൽ വെച്ച് തന്നെ ക്രിസ്ത്യാനികളുടെ പല ചടങ്ങുകളും നടക്കാറുണ്ടായിരുന്നു. അവിടെ ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു സംസ്കാരമായിരുന്നില്ല, സാഹോദര്യത്തിൻ്റെ സംസ്കാരമായിരുന്നു. ആ മുസ്ലിം പള്ളിയുടെ മനോഹരമായ ഉൾത്തളങ്ങളിലൂടെയെല്ലാം ഞാൻ സഞ്ചരിച്ചു, ഷൂട്ട് ചെയ്തു. പല കാലഘട്ടങ്ങളിൽ പണിത അതിഗംഭീരമായൊരു നിർമ്മിതിയാണ്. ചിത്രീകരണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് അടുത്ത തെരുവിലേക്കാണ് നടക്കുന്നത്. തെരുവിൽ പലവിധ കച്ചവടക്കാരുണ്ട്, പലതരത്തിലുള്ള വസ്തുക്കൾ, നാടൻ ഉൽപ്പന്നങ്ങൾ, മുടി വളരാനുള്ള പാമ്പിനെ ഇട്ട് വെച്ച തൈലം മുതൽ ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്നവർ, സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽക്കുന്നവർ, നമ്മുടെ സ്പ്രേ പെർഫ്യൂം വിൽക്കുന്നവർ, ഇങ്ങനെ പലവിധ ആളുകൾ. ഈ റോഡിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്സ്, ഒരു കെട്ടിടത്തിനുള്ളിലേക്ക്, ഭൂഗർഭത്തിലെ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് നടകളുണ്ട്. അതിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഫാരിസ് എന്നോട് ചോദിച്ചു, ഇതിനകത്തൊന്ന് ഇറങ്ങണോ? ഞാൻ ചോദിച്ചത് എന്താണത്? അത് ഹമാമാണ്, കുളിപ്പുരയാണ്, വേണമെന്ന് കാണാം. ഞാൻ ആ കൂടെ ഇറങ്ങി. താഴെ ചെല്ലുമ്പോൾ ഈ ഓട്ടോമാൻ കാലഘട്ടത്തിൽ ഓട്ടോമൻ ഭരണകേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം കുളിപ്പുരകളുണ്ടായിരുന്നു, പൊതു സ്നാനഗ്രഹങ്ങൾ. അതായത് എണ്ണയിട്ട് തിരുമ്മി ശരീരം ഒന്ന് പദം വരുത്തും. അതിനുശേഷം ഈ കുളിക്കേണ്ടയാളെ ഒരാവി നിറഞ്ഞ ഒരു ചേമ്പറിനകത്തേക്ക് കയറ്റിവിടും. നീരാവി അതിനകത്ത് ഇങ്ങനെ ചില പ്രത്യേകതര ഇലകളുമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് ഒരാവി നിറഞ്ഞൊരു മുറിക്കകത്ത് കുറേ സമയം ഇരിക്കും. ശരീരം വേർത്ത് ശരീരത്തിലെ എല്ലാ വൃത്തികേടുകളും മാലിന്യങ്ങളും പുറത്തേക്ക് വേർപ്പായി ഒഴുകി പോകുന്നതാണ് വിശ്വാസം. അതിനുശേഷം പുറത്തിറങ്ങിക്കൊണ്ടുവന്നിട്ട് മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി തേച്ച് കുളിപ്പിക്കും. ഇതിനൊക്കെ പരിചാരകരുണ്ട്. പുരുഷന്മാർക്ക് പുരുഷന്മാരും സ്ത്രീകൾക്ക് സ്ത്രീകളുമുണ്ട്. സ്ത്രീകളുടെ കുളിപ്പുറ വേറൊരു ഭാഗത്താണ് നഗരത്തിൻ്റെ. ഇത് പുരുഷന്മാർക്കുള്ള കുളിപ്പുരയാണ്. ഈ കുളിയെല്ലാം കഴിഞ്ഞ്, വിശദമായൊരു കുളി, തിരുമിക്കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഇരിക്കുമ്പോൾ നല്ല ചൂട് സുലൈമാനി കുടിക്കാൻ കിട്ടും. അതും കുടിച്ച് ഒരു വിശ്രമവും കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 മണിക്കൂർ നേരം കഴിഞ്ഞ് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പുതുമയാർന്ന ഫ്രഷായൊരു മനുഷ്യനായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. ഇതിൻ്റെ ഓരോ മുറികളും ഇവിടുത്തെ പരിചാരകരനെ കൊണ്ടേ കാണിച്ചു. വളരെ ഫ്രണ്ട്ലിയാണ്. തിരുമ്മൽ നടക്കുന്നു, ചിലയിടത്ത് കുളി നടക്കുന്നു, ചിലയിടത്ത്. ഇത് നൂറ്റാണ്ടുകളായിട്ടൊരു സംസ്കാരമായിരുന്നു ഇവിടെ. ഇപ്പോഴും ആളുകൾ സമയം കിട്ടുമ്പോൾ ഇവിടെ ബുക്ക് ചെയ്തിട്ട് ചെല്ലും. നമ്മളൊരു ബാർബർ ഷോപ്പിൽ പോകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇവർ വരും, ഒന്ന് കുളിക്കും, ഒന്ന് ആവിക്കുളി നടത്തും, ഒരു തിരുമ്മൽ കുഴിച്ചിലും ഒക്കെ കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ഫ്രഷായിട്ട് പിന്നെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുമായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങുമായിരിക്കും. അതിനകത്ത് ചിത്രീകരണം കഴിച്ച് വീണ്ടും നമ്മൾ നടക്കുകയാണ്. ആ തെരുവുകളിലൂടെ നടന്ന് ഒരു ബോർഡിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നു, ഉമയാദ് പാലസ് റെസ്റ്റോറൻറ്റ്. ഈ ബോർഡ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു ഫാരിസ്. എന്നിട്ട് പുള്ളി മുമ്പേ നടന്നു. ഭക്ഷണം കഴിക്കാറായി എന്ന് എനിക്ക് സൂചന തരാനും വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചൂണ്ടിക്കാണിച്ചത്. അതും സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് ചെല്ലണം. താഴേക്ക് ചെല്ലുമ്പം പഴയ ഒരു കൊട്ടാരക്കെട്ട് പോലെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഉൾത്തളം. അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ദഫിൻ്റെ മുട്ട് കേൾക്കാം. അവിടുന്ന് എവിടുന്നോ സംഗീതം ഒഴുകി വരുന്ന കേൾക്കാം. ഞങ്ങൾ പ്രധാന ഹാളിലേക്ക് ചെന്നു. അപ്പോൾ നേരം പയ്യെ സന്ധ്യ ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അധികം ആളുകൾ വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ ചെന്നു. 2 പേര് ചെന്നപ്പോഴത്തേക്കും അവിടെ നർത്തകരൊരു ഭാഗത്തിരിപ്പുണ്ട്. അവർ ഒരു പാവാട നൃത്തം നടത്തി. ഒരു മുതിർന്നയാൾ ഒരു പയ്യനും കൂടിയാണ് നടത്തിയത്. വാദ്യക്കാർ ഒരു വശം നിരന്നിരിക്കുന്നുണ്ട്. അവിടെ ഒരു സൈഡിൽ ബൊഫേ സെറ്റ് ചെയ്തിരിക്കുന്നു. ഞാനത് ചെന്ന് നോക്കി. അവിടെ സിറിയൻ വിഭവങ്ങളാണ്, ഡമാസ്കസിൻ്റെ തനത് വിഭവങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ കുറേശ്ശെ അത്താഴം എടുത്തു. അപ്പോഴത്തേക്കും വാദ്യക്കാർ സജീവമായി, പാട്ടുകൾ തുടങ്ങി, ദഫ് മുട്ടിക്കൊണ്ടുള്ള പാട്ട്. പിന്നെ നർത്തകരുടെ വരവായി, അവർ നൃത്തം തുടങ്ങി. അപ്പോഴേക്കും ഈ റെസ്റ്റോറൻറ്റിനകത്തേക്ക് ധാരാളം ആളുകൾ വന്ന് നിറഞ്ഞു. വിദേശ ടൂറിസ്റ്റുകൾ വന്നു. ഏതാണ്ട് ഒരു 2 മണിക്കൂർ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴും ഈ റെസ്റ്റോറൻറ്റിനകത്തേക്ക് ആളുകൾ വരുന്നുണ്ട്, കുടുംബം ഒത്തു വരുന്നവർ, വിദേശത്ത് വന്ന ടൂറിസ്റ്റുകളൊക്കെ. രാത്രി ഒരു 9:30 കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണുകളിലേക്ക് ഉറക്കം പയ്യെ വന്നു തുടങ്ങി. ഫാരിസ് പറഞ്ഞു, നമുക്ക് മടങ്ങിയാലോ? നാളെ പുലർച്ചെ നമുക്ക് ദീർഘയാത്ര തുടങ്ങേണ്ടതാണ്. നിങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ, രാത്രി മുഴുവൻ വിമാനത്തിലായിരുന്നില്ലേ? ഹോട്ടലിലേക്ക് നമുക്ക് പോകാം. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് സംഗീതത്തെയും നൃത്തത്തെയും പിന്നിൽ ഉപേക്ഷിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരികെ നടന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ
995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.